പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വിജു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. രാജ്യത്തെ കർഷക പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വമായി നിൽക്കുന്ന വിജു കൃഷ്ണൻ കേരളത്തിൽ കണ്ണൂർ കരിവള്ളൂർ സ്വദേശി കൂടിയാണ് എന്നുള്ളതാണ്. പുതിയ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കടമകൾ ഏറ്റെടുക്കുന്നത്? പാർട്ടി ഏൽപ്പിച്ച വലിയ ചുമതലയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് പാർട്ടിയുടെ പ്രിൻസിപ്പൽ. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ വളരെ ഐക്യത്തോടെ ഇന്ന് വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും BJP RSS കൂട്ടുകെട്ടിനെതിരെയും കോർപ്പറേറ്റ് കൊള്ളക്കാർക്കെതിരെയും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും കർഷകരുടെ ഒരു പോരാട്ടത്തിൽ മുന്നണി പോരാളിയായിരുന്നു വിജു കൃഷ്ണൻ. ഇനി ഈ കർഷകരുടെ സമരം, പാർട്ടി കോൺഗ്രസ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ്, സമരങ്ങളുടെ നാളുകൾ തന്നെ. തീർച്ചയായും ഈ സർക്കാരിന് സമരങ്ങളുടെ ഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. നമ്മൾ കാണുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ 2 പ്രാവശ്യമാണ് മോദി സർക്കാർ മുട്ടുമടക്കിയത്. 2015 ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് പിൻവലിച്ചുകൊണ്ടും അത് കർഷക സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2021 കർഷക ദ്രോഹ നിയമങ്ങൾ 3 നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടും ആണ്. അത് ഐക്യ കർഷക സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ആ സമരം കർഷക സമരം മാത്രമല്ല, കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് തൊഴിലാളി കർഷക ഐക്യം എന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ സമരങ്ങളിലോട്ടാണ്.